ഹായ് ഹലോ വെൽക്കം ബാക്ക്. നമുക്കിന്നൊരു ഡ്രോയിങ് ചെയ്താലോ? ഈ ഒരു ഫ്രെയിം കണ്ടോ? വാങ്ങിച്ച അതേ രൂപത്തിൽ കൊണ്ടുപോയി ചുമരിൽ തൂക്കി വെച്ചതാണ്. ഇതുവരെ ആൾതാമസം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതിലേക്കൊരു ചിത്രം വരച്ച് വെക്കാമെന്ന്. ഐക്കേന്ന് വാങ്ങിച്ച ഫ്രെയിമായിരുന്നു. പെട്ടെന്നുള്ള ഒരു തോന്നലായതുകൊണ്ട് തന്നെ ക്യാൻവാസ് ഒന്നും കയ്യിലുണ്ടായിരുന്ന ചാർട്ട് വെച്ചിട്ട് തന്നെ ഒരു ചിത്രം വരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബോഹോ ആർട്ട് ചെയ്യാനാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. ഫ്രെയിം കണ്ടപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അതിൻ്റെ ഉള്ളിലൊരു വൈറ്റ് ഷീറ്റ് ഉണ്ടായിരുന്നു. ഒന്നെങ്കിൽ ഈ വൈറ്റ് ഷീറ്റ് റിമൂവ് ചെയ്തിട്ട് ഫുൾ ഫ്രെയിമിലേക്ക് നമുക്ക് ചിത്രം വരക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ആ വൈറ്റ് പോർഷൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ചിത്രം വരക്കാം. ഞാൻ എന്തായാലും ആ ഒരു വൈറ്റ് ഷീറ്റ് വെച്ചുകൊണ്ട് തന്നെയാണ് ചിത്രം വരക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുള്ള അളവിൽ ഞാൻ ചാർട്ട് കട്ട് ചെയ്തെടുത്തു. ശേഷം ഞാൻ 2 സെമി സർക്കിൾസ് വരച്ചിട്ടുണ്ട്. 2 സൈസിലുള്ള സെമി സർക്കിൾസാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വേറൊരു സെമി സർക്കിളും കൂടി വരച്ചു. അതിൻ്റെ ഉള്ളിൽ ഓരോ സെൻറ്റിമീറ്റർ ഇടവിട്ടിട്ട് ഇങ്ങനെ ഒരു മഴവിൽ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിനെ സ്കെയിൽ വെച്ച് ഞാൻ യോജിപ്പിക്കുന്നുണ്ട്, ഒരു യു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അതിലെ വലിയ സെമി സർക്കിളിൻ്റെ താഴ്ഭാഗത്ത് കൂടെ ഞാനൊരു പ്ലാന്റും കൂടെ വരച്ച് കൊടുക്കുന്നുണ്ട്. ബോഹോ ആർട്ടിൽ തന്നെ ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ ആണ്. നമുക്ക് പിൻട്രസ്റ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ഡിസൈൻസ് കിട്ടും. അപ്പോൾ ഞാൻ അതിൽ നിന്നൊക്കെ ഒന്ന് ആറ്റി കുറുക്കി എടുത്തിട്ടുള്ള ഒരു ഡിസൈനാണ് ഇവിടെ വരക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഫ്രെയിം എന്ന് പറയുന്നത് ലാൻഡ്സ്കേപ്പ് മോഡിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ 2 പിക്ചർ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു ബോഹോ ആർട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാർട്ട് പേപ്പറിൻ്റെ ഹാഫ് പോർഷന് ഞാൻ ഓൾറെഡി ചിത്രങ്ങൾ വരച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തൊരു ഹാഫ് പോർഷനും ഞാൻ ഇതുപോലെ തന്നെ ഒരു സർക്കിളും പിന്നെ നേരത്തെ വരച്ച പോലെ യു ഷേപ്പും വെച്ചിട്ട് വരച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ യു ഷേപ്പിൽ 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പിലാണ് ലൈൻസ് വരച്ചതെങ്കിൽ ഇത് ഞാൻ 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പിലാണ് ലൈൻസ് വരച്ചതെന്ന് മാത്രം. പിന്നെ നേരത്തെ ചിത്രത്തിലുള്ളതുപോലെ തന്നെ ഒരു ലീഫ് ഡിസൈൻ ഇപ്പുറത്തെ സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്യാം. അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടാണ് ഞാൻ പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അധികം വെള്ളമൊന്നും ചേർക്കാതെ തിക്കായിട്ട് തന്നെ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും, നല്ല ഫിനിഷിങ്ങും ആയിരിക്കും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്. ഈ ഒരു സെൻറ്റർ പോർഷന് ഞാൻ ഡാർക്ക് ബ്ലൂ കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഡാർക്ക് ബ്ലൂ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നോർമൽ ഒരു ബ്രൈറ്റ് ബ്ലൂ കളറും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു നേവി ടച്ചുള്ള ഒരു ബ്ലൂ കളറാണ് കേട്ടോ അത്. പിന്നെ അതുപോലെ തന്നെ ഹാഫ് സർക്കിളിൻ്റെ ബാക്കി ഭാഗം ഞാൻ ഒരു ബ്രൗൺ കളർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു യെല്ലോയിഷ് കളർ വെച്ചിട്ട് ഞാൻ ഈ യു പോർഷൻസും കൂടെ ലൈൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വരക്കാൻ എളുപ്പത്തിൽ ആദ്യം യുവിൻ്റെ ലൈൻസ് മാത്രമാണ് ഞാൻ വരച്ചത്. ശേഷം ആ ഒരു കറു പോർഷനും കൂടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി സെക്കൻഡ് ഹാഫിലുള്ള യു പോർഷന് ഞാൻ കുറച്ചും കൂടെ തിക്കായിട്ടാണ് വരച്ചെടുക്കുന്നത്. ആദ്യം നമ്മൾ റഫായിട്ട് ഈ ഒരു യെല്ലോ കളർ കൊടുത്തു പോകുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ ബ്രഷ് വെച്ചാണ് ചെയ്യുന്നത്. കുറച്ചൊക്കെ അവിടെയും ഇവിടെയൊക്കെ തെറ്റി നിൽക്കുന്നുണ്ടാകും. കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പിലൊന്നും കിട്ടത്തില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വൈറ്റ് പോർഷൻ വെച്ചിട്ട് എക്സ്ട്രാ വരുന്ന യെല്ലോ പാർട്ടൊക്കെ ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് ബ്ലൂ പോർഷനെ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ലീഫിന് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ആഷ് കളറാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ വൈറ്റും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടാണ് ഈ ഒരു ആഷ് കളർ എനിക്ക് കിട്ടിയത്. ആദ്യം ഞാൻ കുറച്ച് വലിയ ബ്രഷ് കൊണ്ട് തന്നെ അതിൻ്റെ തിക്കായിട്ടുള്ള ഭാഗത്തൊക്കെ ഒന്ന് കളർ ചെയ്ത് കൊടുത്തു. ശേഷം ചെറിയ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ലീഫിൻ്റെ തണ്ടും അതുപോലെ തന്നെ ബാക്കി നമ്മൾ വിട്ടുപോയ വൈറ്റ് പോർഷൻസൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പിക്ചർ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ചെറിയൊരു സർക്കിൾ പോർഷനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗത്തും ഞാൻ ആഷ് തന്നെ വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോഹോ ആർട്ടിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇനി ഇത് ഉണങ്ങിയെന്ന് ഉറപ്പായ ശേഷം നമുക്ക് ഫ്രെയിമിലോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ആ ഒരു ഫ്രെയിമിൻ്റെ ഫൈബർ ഗ്ലാസ് ഇടുന്നുണ്ട്. അതിനുശേഷം ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു വൈറ്റ് ഷീറ്റ് വെച്ചിട്ട് നമ്മുടെ വരച്ചിട്ടുള്ള ചിത്രം നമ്മൾ തിരിച്ച് വെച്ച് കൊടുക്കുകയാണ്. ഇനി അതിന് മുകളിലായിട്ട് 2-3 ഷീറ്റ് ഞാൻ എക്സ്ട്രാ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പിക്ചറൊന്നും കൂടെ ഫ്രെയിമിനോട് ഫിറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അറ്റ് ലാസ്റ്റ് നമുക്ക് ഈ ഒരു കാർഡ്ബോർഡ് ഷീറ്റും കൂടി വെച്ച് ക്ലിപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രെയിം ഇവിടെ റെഡിയാണ്. വളരെ ഈസിയിൽ നമുക്ക് എല്ലാവർക്കും ഒട്ടും വരക്കാൻ അറിയാത്തവർക്ക് വരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ആർട്ട് ഫോമാണ് ബോഹോ ആർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.